ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഇന്നാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിനോട് കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ അഭിനയം നിർത്തുന്നതാണ് നല്ലത്. നയനമോൾക്ക് വല്ലാത്ത വിഷമമുണ്ട്, അവൾ വേറൊരു രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഇപ്പം പ്രഗ്നന്റ് ആണെന്ന് അറിയാലോ അല്ലേ. അത് അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ കാണിക്കണത് ശരിയല്ല. ആരെ ജയിപ്പിക്കാനും ആരെ തോൽപ്പിക്കാനാണെന്ന് പറഞ്ഞാലും നയനമോളുടെ ഇപ്പത്തെ അവസ്ഥ ഒന്ന് കണക്കിലെടുക്കണം. അവൾക്കാണെങ്കിൽ ഏതു നേരം ഈ ഇദ്ദേഹത്തിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം മിണ്ടുന്നില്ലല്ലോ, ഇദ്ദേഹം സംസാരിക്കുന്നില്ലല്ലോ, ഒന്ന് ഫോൺ വിളിച്ചു പോലും ചോദിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ മോൾക്ക്. അതുകൊണ്ട് ആ നയനമോളുടെ വിഷമം അത് ഇദ്ദേഹം ഒന്ന് കാണണം. അതിനുശേഷം നയനമോളത്തെങ്കിലും സത്യങ്ങൾ തുറന്നു പറയണം. സുഭദ്രെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അഥവാ നയനയുടെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ അത് അവളുടെ മനസ്സിൽ തന്നെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളത് അപ്പൊ തന്നെ ആദർശിനോട് പറയും. ഓ, അവൾ ആദർശിനോട് പറയില്ല. ഞാൻ ഇദ്ദേഹത്തിന് ഉറപ്പ് തരാം. അവളോടൊന്ന് സത്യങ്ങൾ തുറന്നു പറ. കാരണം ഇന്ന് ഞാൻ നയനമോളെ പോയി കണ്ടപ്പോ അവൾക്ക് നല്ല വിഷമുണ്ടായിരുന്നു, നല്ല ക്ഷീണുണ്ടായിരുന്നു. ഇത് വയറ്റി കിടക്കുന്ന കുഞ്ഞിന് ആപത്താണ്. നിങ്ങൾ ഈ ബിസിനസ്സും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് വാശിയും വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞ് കിടക്കും. പക്ഷെ വയറ്റിലുള്ള കുഞ്ഞ് ഇതൊന്നും അറിയില്ല. ആ കുഞ്ഞ് അമ്മയുടെ ഡിപ്രഷനും അമ്മയുടെ മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിച്ചാണ് വയറ്റിനുള്ളിൽ വളരണേന്നുണ്ടെങ്കിൽ അത് പുറത്തു വന്നാലുള്ള അവസ്ഥ ഇദ്ദേഹത്തോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ശരിയാ സുഭദ്ര, സുഭദ്ര പറഞ്ഞത് ഞാനിപ്പോ കണക്കിലെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നയനമോളോട് ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയാം. എന്നാ ഇപ്പൊ തന്നെ ഫോൺ വിളിക്കട്ടെ? വേണ്ട, ഫോൺ വിളിക്കണ്ട. അല്ല, ഇദ്ദേഹമല്ലേ പറഞ്ഞത് ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു, ഫോണിലൂടെയല്ല നേരിട്ട്. അതെ, നീ എലിസബത്തിനോട് വിളിച്ചു പറ, ആദർശില്ലാത്ത സമയത്ത് കറക്റ്റ് ആയിട്ടൊന്ന് പറയാനായിട്ട്. ഞാൻ അവിടെ വരെ ഒന്ന് പോകാം, എന്നിട്ട് നയനമോളോട് സംസാരിക്കാം. എന്ന് ഞാനും വരാം. വേണ്ട, ഞാൻ ഒറ്റക്കൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നയനമോളെ സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു വരുള്ളൂ. എന്താ, അത് പോരെ? അത് മതി, വലിയ ഉപകാരം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അവളത്തെ സത്യങ്ങൾ തുറന്നു പറയാൻ നിൽക്കുമായിരുന്നല്ലോ. അപ്പോഴാണല്ലോ ഈ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. എന്തായാലും ഇന്ന് തന്നെ പോയേക്കാം. നയനമോളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം. അവൾക്കോ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കൊച്ചു മകളോ മകനോ അവർക്കും സന്തോഷമാവട്ടെ എന്ന് മുത്തശ്ശൻ പറയാണ്. അതേസമയം നമ്മുടെ അബിയുടെ അടുത്താണെങ്കിൽ അവന്തിക പറയണ്ട്, ഏട്ടാ, നമ്മുടെ കമ്പനിലുള്ള ആരോ ഒരാൾ ഒറ്റുന്നുണ്ട്. അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ഇനി, നമ്മുടെ ജ്വല്ലറി ഇനി നിലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുള്ളൂ. ഇപ്പത്തെ ഏട്ടൻ രാവിലത്തെ ഗ്രാഫ് കണ്ടോ? മൂർത്തീസ് ജ്വല്ലറി അങ്ങ് അറ്റത്ത് മുകളിലത്തെ ഗ്രാഫിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഒരുപാട് താഴെയാണ്. ഇനി ഒരു തിരിച്ചടി കൂടി കിട്ടുകയാണെങ്കിൽ നമ്മൾ പഴയ പോലെ 9ാം സ്ഥാനത്തേക്കാവും. മൂർത്തീസ് ജ്വല്ലറി ആദ്യ സ്ഥാനത്തേക്കും, പിന്നെ നമ്മുടെ തൊട്ട് മുന്നിൽ കുറേ സ്ഥാനത്തേക്ക് ഒരുപാട് ജ്വല്ലറികൾ വരും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആ ഒറ്റുകാരിയെ കണ്ടുപിടിച്ചേ പറ്റൂ. അതെ, നീ പറ, ശരിയാണ്. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടുന്നോ ലീക്കായി പോകുന്നുണ്ട്. അത് മാത്രല്ല, മാളവിക കളക്ഷൻസിന്റെ ഡിമാൻഡ് ഇപ്പൊ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മുമ്പൊക്കെ ജ്വല്ലറി പോയിക്കിന നയന ജ്വല്ലേഴ്സ് അല്ല, മാളവിക ജ്വല്ലറിയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ആളുകളുടെ മനോഭാവം അങ്ങോട്ട് മാറി. ഇപ്പൊ മാളവിക കളക്ഷൻസ് ആർക്കും വേണ്ട, വീണ്ടും നയന കളക്ഷൻസ് മാത്രം മതി. അറിയാലോ, ഏറ്റവും കൂടുതൽ മാരേജ് നടക്കുന്നത് ചിങ്ങമാസത്തിലാണ്. എല്ലാ ദിവസവും മാരേജ് ആയിരിക്കും. ആ സമയത്ത് നയന ജ്വല്ലറി എങ്ങനെ എടുത്തു നിന്ന് കഴിഞ്ഞാ പിന്നെ തീർന്നു. നയന ഡിസൈൻസ് അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നു മാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറി വാരേണ്ടതൊക്കെ വാരി വലിച്ചെടുത്തിരിക്കും. പിന്നെ നമുക്ക് ഒരിക്കലും പൊങ്ങി വരാൻ സാധിക്കില്ല ഏട്ടാ. അച്ഛന്റെ വിഷമം അത് തന്നെയാണ്. നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ അച്ഛനെ കാണാൻ പോണം. ശരിയാ നീ പറഞ്ഞത്, നമുക്ക് ഇന്ന് തന്നെ അച്ഛനെ കാണാൻ പോണം. അച്ഛന് എന്നോട് ചെറിയൊരു നീരസമുണ്ട് എന്ന് അഭി പറയുമ്പോഴേക്കും അവന്തിക പറയണ്ട്, അങ്ങനെ അങ്ങനെ ആവേണ്ട കാര്യമില്ലല്ലോ. പിന്നെ മാളവികനെ നമ്മൾ വിശ്വസിച്ചു. മാളവിക കളക്ഷൻസ് നമ്മൾ ഒന്നുകൂടി റിവ്യൂ ചെയ്ത് നോക്കേണ്ടതായിരുന്നു. ഞാൻ എന്ത് പറയാനാണ്, ഞാൻ എന്ത് പറയാലും ഏട്ടൻ കേക്കില്ല. ഏട്ടനോട് ഇപ്പോ ചെറിയൊരു ഇളക്കമൊക്കെ അവൾക്ക് ഉണ്ട്, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ചേട്ടനത് വില വെച്ച് കൊടുക്കുന്നുള്ളത് കൊണ്ടിട്ടാ അവൾക്ക് കുറച്ചൊരു ഇളക്കം. അങ്ങനെയൊന്നും ഇല്ലടി. അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ പറയണ്ട. ഞാൻ ശരിക്കും കാണുന്നതല്ലേ. നവ്യടത്തി ജ്വല്ലറി വരാത്ത ദിവസം ഏട്ടന്റെയും അതുപോലെ തന്നെ അവളുടെയും ഒരു കളിച്ചിരി തമാശയൊക്കെ, ഇതൊക്കെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവൾക്കാണ് ഏട്ടനോട് കുറച്ച് കൂടുതൽ താല്പര്യം. അവൾക്ക് ഏട്ടനോട് കുറച്ച് താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കാണുന്നതേ ഇഷ്ടമല്ല. നീ എന്തൊക്കെയാ പറഞ്ഞത്? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ, ഏട്ടന്റെ സ്വഭാവം എനിക്ക് അറിയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അതൊക്കെ നീ വിട്, നമുക്കിപ്പോ നമ്മുടെ അച്ഛനെ കാണാൻ വേണ്ടി പോകണ്ടേ? പോണം.
അച്ഛനെ കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ പോകാം എന്ന് പറയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചിരിക്കണം. നമ്മുടെ ജലജ കേൾക്കുന്നുണ്ട്. ഇവർ ഈ ഇടയായിട്ട് കുറച്ചൊരു ഒരു രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ. ഇവരെന്തൊക്കെയോ ചേട്ടൻ അനിയത്തിയും കൂടി എന്തൊക്കെയോ രഹസ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായിരിക്കും രണ്ടുപേരും കൂടി സംസാരിക്കണത്? എന്നെ അറിയിക്കാൻ പറ്റാത്ത എന്തോ രഹസ്യമാണ്. കുഴപ്പമില്ല, ഈ ജലജ എടുത്താണോ കളി? ഈ ജലജ കണ്ടുപിടിച്ചോളാം. എന്റെ മക്കളെ, ഞാൻ പ്രസവിച്ചതല്ലേ നിങ്ങളെ. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഭാവമാറ്റവും കാര്യങ്ങളൊക്കെ. ആരോ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് ജലജ വിചാരിക്കുകയാണ്. രാത്രി ആകുമ്പോഴേക്കും അനിയാണെങ്കിൽ നമ്മുടെ നന്ദുവിന് ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുക കേട്ടോ. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ നവീൻ നന്ദുവിനെ വിളിക്കണത്. ഹലോ നന്ദു, താനിത് എവിടെയാ? ആ നവീനേട്ടാ, ഞാനേ അനിയനെ കാണാൻ വേണ്ടി പോവാ. അനിയനെയോ? അതെന്തു പറ്റി? അതറിയില്ലേ, നമ്മുടെ സിംഗപ്പൂർ ഡീല് അവനല്ലേ ഇന്ന് സക്സസ് ആക്കിയത്, ഓക്കെ ആയത്. അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നല്ലോ അനി. അതിന് ഇപ്പൊ എന്താ കാണാൻ പോകുന്നത്? അതും ഈ രാത്രി? അതോ രാവിലേക്ക് ചിലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഏട്ടന്റെയും അതുപോലെ തന്നെ ഏടത്തിയിലേക്ക് അടുത്തായിരുന്നില്ലേ, പിന്നെ ആദർശേട്ടന്റെ നയനെ എടുത്തിട്ട് അടുത്തായിരുന്നു, പിന്നെ വീട്ടിലും ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ചെലവൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാൻ അവനോട് ചെലവ് ചോദിച്ചു. അപ്പൊ അവന് ഇപ്പൊ ചെലവ് ചെയ്യാന്ന് പറഞ്ഞു, അത്ര തന്നെ. എന്നാലും ഈ സമയത്ത് ഇറങ്ങി പോകാന്ന് പറഞ്ഞ നന്ദു അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നണില്ല. അല്ല, നിന്നെ അവനെ ഒരുമിച്ച് കണ്ട എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. ആ അത് നവീനേട്ടൻ പറഞ്ഞ ശരിയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. അത് അവന് ഭയങ്കര സന്തോഷം, ഒരു സർപ്രൈസ് ആവും. എങ്കിൽ നീ റെഡി ആയിക്കോ, ഞാൻ നിന്നെ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. ആയിക്കോട്ടെ. അപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട ഒരു കാര്യമായല്ലോ. എന്തിനും ചോദിക്കുകയാണെങ്കിൽ കേസിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ എന്ന് പറയാണ്. നന്ദുക്കും സന്തോഷാവാണ്. അങ്ങനെ നവീൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും കനക, ഇതായി നവീൻ മോന്, വാ വാ. അതെ, വേറൊന്നുമല്ല, ഞാൻ നന്ദുവിനെ ഒന്ന് കാണാൻ വന്നതാ. അത്യാവശ്യമായിട്ട് നന്ദുവിനെയും കൊണ്ട് ഒന്ന് ഓഫീസ് വരെ പോകണം, ഒരു കേസിന്റെ കാര്യത്തിനാ. അതെന്താ മോനെ ഈ രാത്രി എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോ, അയ്യോ അങ്കിൾ വേറൊന്നും വിചാരിക്കല്ലേ, അത്യാവശ്യമാണ്. നാളെ കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ട കേസാണ്. അതിന് നന്ദുവിന്റെ സഹായം അത്യാവശ്യമാണ്. അവര് പോയിട്ട് വരട്ടെ. നവീൻ മോനെ നമുക്ക് അറിയാവുന്നതല്ലേ. എങ്കിൽ ശരി എന്ന് പറയണം. അങ്ങനെ നന്ദു നവീനും കൂടി നേരെ പോണം അനിയുടെ അടുത്താട്ടോ. അപ്പൊ നവീൻ മനസ്സിൽ വിചാരിക്കണത്, എടാ അനി, ഒരിക്കലും നന്ദുവിനെ ഞാൻ നിന്റെ അടുത്ത് ഒറ്റക്ക് വിടില്ലടാ. എന്റെ പെണ്ണവള്, എന്റെ പെണ്ണിനെ ഒറ്റക്ക് വിടാനോ? അത് നിന്റെ അടുത്ത് ഒരിക്കലും ഇല്ല. നീ ഒരു ഫ്രണ്ട് ആണെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീ ആ ഒരു രീതിയിലല്ലല്ലോ എന്റെ നന്ദുവിനെ കാണുന്നത് എന്ന് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് നമ്മുടെ നവീൻ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അനിയുടെ അടുത്ത് പോകണം കേട്ടോ. ഇവരെ ഒരുമിച്ച് കാണുമ്പോൾ അനിക്ക് ദേഷ്യം കൂടെയുള്ളൂ. എന്തായാലും കേക്ക് മുറിയും ട്രീറ്റും കാര്യങ്ങളും ഒന്നും നടക്കാൻ പോകുന്നില്ല. അതങ്ങനെ നിൽക്കെ തന്നെയാണ് നമ്മുടെ അബിയും അവന്തികയും കൂടി നാഗേന്ദ്രനെ കാണാൻ പോണത്. ഒന്ന് സച്ചനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. തൊട്ടു പിന്നാലെ ജലജയും പോകുന്നുണ്ട്. ഇവരെന്താണ് രഹസ്യം സൂക്ഷിക്കണമെന്ന് അറിയണമല്ലോ. അപ്പൊ ഇവര് കാണാൻ പോണ ഒരു ഹോട്ടലിലേക്കാട്ടോ. ചേട്ടനും അനിയത്തിയും കൂടി ഒരു ഹോട്ടലിലേക്കാണല്ലോ കയറി പോണത്. ഇനി ആ ഡേവിഡ് സാറിനെ കാണാൻ പോവായിരിക്കും. അയാളെ അവൻ അച്ഛനെ പോലെ തന്നെയാണ് കാണുന്നതെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അയാളെ കാണാൻ വേണ്ടി ഇവിടെ വരേണ്ട കാര്യം എന്താണ്? അവരെപ്പോഴും ജ്വല്ലറി വെച്ച് കാണുന്നതല്ലേ. എന്തെങ്കിലും ആവട്ടെ, പോയി നോക്കാം. ഒന്ന് മുന്താണി വെച്ച് മുഖമൊക്കെ ഒന്ന് മറച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ജലജയും പോകാണ്. അങ്ങനെ ജലജ തന്നെ തന്റെ കണ്ണുകൾ കൊണ്ട് ആ ഒരു മഹാസത്യം മനസ്സിലാക്കാണ്. തന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ട്, മരിച്ചിട്ടില്ല. അതും കോടീശ്വരനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. മുമ്പ് 10 പൈസ പോലും ഇല്ലാത്ത ആളിപ്പോ കോടീശ്വരൻ. ഈശ്വര, ഭർത്താവായിട്ട് ഒന്നും കൂടി ഒന്നിക്കാൻ പറ്റിയെങ്കിൽ അടിച്ചുപൊളി. ജ്വല്ലറി എന്റെ മാത്രം സ്വന്തം. അപ്പൊ നാഗേന്ദ്രൻ അത് എഴുതി വെച്ചേക്കണത് ആരുടെ പേരില? അവന്തികയുടെ പേരില്. പക്ഷെ അതൊക്കെ ആഗ്രഹിക്കുന്നത് അബിയും. പക്ഷെ അത് മുഴുവനായിട്ട് ആഗ്രഹിക്കുന്നത് ഭാര്യയായിട്ടുള്ള എനിക്ക് അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ജലജ അവകാശമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലജ അവകാശമായിട്ട് പറയുക മാത്രമല്ല, നമ്മുടെ ഭർത്താവായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മുടെ വേണമെന്നുണ്ടെങ്കിൽ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങി നാഗേന്ദ്രന്റെ കൂടെ പോയി നിൽക്കുകയും ചെയ്യും. നാഗേന്ദ്രന്റെ ജലജയുടെ വല്ല താല്പര്യമൊന്നും ഇല്ല. ജലജ പണം കണ്ടിട്ട കൂടെ കൂട്ടിയത് നാഗേന്ദ്രൻ അറിയാം. പക്ഷെ ജലജക്ക് അത് സത്യമാണെന്നുണ്ടെങ്കിലും നാഗേന്ദ്രന്റെ ജ്വല്ലറി മൊത്തമായിട്ട് അങ്ങോട്ട് വിഴുങ്ങാനാണ് ജലജയുടെ തീരുമാനം. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. ജ്വല്ലറി മുടിഞ്ഞു എടുക്കാൻ വേണ്ടി പോകുന്ന ഭാഗമായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.